മമ്മൂട്ടിയും വിനായകനും പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ ക്രൈം ത്രില്ലർ ചിത്രം കളങ്കാവൽ കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററിൽ എത്തിയത്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രം ആദ്യ ദിവസം തന്നെ മികച്ച കളക്ഷൻ നേടിയത് എന്നാണ് റിപ്പോർട്ട്. സാൻസിക്കിന്റെ റിപ്പോർട്ട് പ്രകാരം കളങ്കാവൽ ആദ്യ ദിനം 4.75 കോടി രൂപ നേടി. മമ്മൂട്ടിയുടെ മുൻ ചിത്രമായ ബസൂക്കയുടെ ആദ്യ ദിന കളക്ഷനേക്കാൾ കൂടുതലാണിത്. 3.2 കോടി രൂപയായിരുന്നു ബസൂക്ക ആദ്യ ദിനം നേടിയത്. കേരളത്തിൽ അഡ്വാൻസ് ബുക്കിംഗോടെ കളങ്കാവൽ 1.52 കോടി രൂപ നേടിയിരുന്നു. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് 13 ലക്ഷം രൂപ ലഭിച്ചു. വിദേശ വിപണിയിൽ നിന്ന് ചിത്രം 66 ലക്ഷം രൂപ നേടിയെന്നാണ് ലോകമെമ്പാടുമുള്ള അഡ്വാൻസ് കണക്ക്. 2.31 കോടി രൂപയിലെത്തി. 2000-ന്റെ തുടക്കത്തിൽ കേരളത്തിൽ നടക്കുന്ന ചില സംഭവങ്ങൾ ചിത്രത്തിന്റെ പശ്ചാത്തലം. ചിത്രത്തിൽ എസ് ഐ ജയകൃഷ്ണനായി വിനായകനും സ്റ്റാലിൻ ദാസായി മമ്മൂട്ടിയും അഭിനയിക്കുന്നു. ജിബിൻ ഗോപിനാഥ്, രജിഷ വിജയൻ, ശ്രുതി രാമചന്ദ്രൻ, ഗായത്രി അരുൺ എന്നിവരും ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ആദ്യം നവംബർ 20-ന് തിയേറ്ററിൽ എത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ചിത്രത്തിന്റെ റിലീസ് ഡിസംബർ 5-ലേക്ക് നീട്ടുകയായിരുന്നു. ദുൽഖർ സൽമാന്റെ വെയ്ഫെയർ ഫിലിംസാണ് ചിത്രം കേരളത്തിൽ വിതരണത്തിന് എത്തിച്ചത്. ചിത്രത്തിന് UA 16+ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത്. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതെന്ന് സംവിധായകൻ നേരത്തെ പറഞ്ഞിരുന്നു.